എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇനി വരാൻ പോകുന്ന LGS 2024 എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചാനലിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണേ ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ LGS 2024 എക്സാം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് സിലബസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ സിലബസിൽ കൊടുത്തിട്ടുള്ളത് പൊതുവിജ്ഞാനമുണ്ട്. പൊതുവിജ്ഞാനത്തിന് 40 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് കേട്ടോ, 20 മാർക്കിനാണ് ആനുകാലിക വിഷയങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ സയൻസ് ഉണ്ട് 10 മാർക്കിന്, പൊതുജനാരോഗ്യം 10 മാർക്ക്, പിന്നെയുള്ളത് മാത്സ് ആണ്. അതായത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും അതിന് 20 മാർക്ക്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് അതിലത്തെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. പൊതുവിജ്ഞാനത്തിൽ കൊടുത്തിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതേപോലെ തന്നെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, കേരളം ഭൂമിശാസ്ത്രം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക് ഉണ്ട്. ഇപ്പോൾ മെയിൻ ആയിട്ട് മന്ത് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ കോഡ് വെച്ചിട്ട് ചെയ്യാനുള്ള പ്ലാൻ ആണ് നമ്മുടെ ചാനലിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കറണ്ട് അഫയേഴ്സിന്റെ ഒരു 20 മാർക്ക് സെറ്റാക്കി തരാന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ പറ്റുന്ന രീതിയിൽ കോഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ് ആണ്. അതേപോലെ തന്നെ സയൻസ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സയൻസ് ക്ലാസ്സുകൾ കൂടുതൽ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ ആയിട്ട് ഫിസിക്സ് കെമിസ്ട്രി ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഈ ഒരു LGS ക്ലാസ്സിൽ തരാൻ പോകുന്നത്. ഓക്കെ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ള പോർഷൻസ് ആയിരിക്കും തരിക കേട്ടോ. അപ്പോൾ ജീവശാസ്ത്രത്തിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അപര്യാപ്തത, രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഭൗതിക ശാസ്ത്രം, ഇതെല്ലാം നമ്മൾ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകളെല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. പൊതുജനാരോഗ്യം, ഇവിടെയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. എല്ലാ രീതിയിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും തരിക കേട്ടോ. പിന്നെ മാത്സിന്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മാത്സിന്റെ ക്ലാസ്സുകളും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, ഓക്കെ, ഇതിൽ വരുന്നത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ തരാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഓരോ വർഷവും ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ PYക്കും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്തൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.